Hi and welcome to the new video. ഇപ്പോൾ അവസാനത്തെ വീഡിയോയിൽ നമ്മൾ വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. അതിൽ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സും റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സും പറഞ്ഞു. അതിൽ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അതിലെന്താ റിവേഴ്സിൽ ലീക്കേജ് കറണ്ടാണ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ്, ഒരു പരിധിയിലധികം വോൾട്ടേജ് റിവേഴ്സിൽ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നു പറഞ്ഞു. അപ്പോൾ ബ്രേക്ക് ഡൗണിനെ പറ്റിയിട്ടാണ് ഇവിടെ നമുക്ക് അറിയേണ്ടത്. രണ്ട് ടൈപ്പ് ഓഫ് ബ്രേക്ക് ഡൗൺ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെന്താണ് സംഭവം എന്ന് നോക്കുക. So the process by which a depletion region at the PN junction is destroyed and allows a large reverse current is called depletion region breakdown. So reverse breakdown എന്ന് പറഞ്ഞാൽ റിവേഴ്സ് വോൾട്ടേജ് കൂട്ടി ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ആയ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആയി സഡൻ റാപ്പിഡ് കറണ്ടിന് ഫ്ലോ ഉണ്ടാവും. ഇതിനാണ് depletion region breakdown എന്ന് വിളിക്കുന്നത്. And the voltage or point at which the junction breakdown occurs is called the breakdown voltage. And the breakdown voltage of a PN junction diode depends on the width of the depletion region. അപ്പോൾ വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, അതിനനുസരിച്ചായിരിക്കില്ല എത്ര പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ വരുന്നത്. അതായത് ഇമ്പ്യൂരിറ്റീനനുസരിച്ചിരിക്കും, വൈഡർ ആണോ തിന്നർ ആണോ എന്നുള്ളതിനൊക്കെ അനുസരിച്ച്. ആൻഡ് ദ PN junction diode with wide depletion region have high breakdown voltage, whereas PN junction diode with narrow depletion region have ലോ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഒബ്വിയസ് ആണ്, വൈഡ് ആകുമ്പോൾ വലുതാണ്, അതിന് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ വോൾട്ടേജ് അത് താങ്ങാൻ പറ്റും. സ്മോളർ ആണെങ്കിൽ, അതായത് തിന്നർ ആണെങ്കിൽ പെട്ടെന്ന് അത് ബ്രേക്ക് ഡൗൺ ആവുന്നതാണ്. ഇപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ബ്രേക്ക് ഡൗൺസ് ആണ് വരുന്നത്. വൺ ഈസ് അവലാൻച്ച് ബ്രേക്ക് ഡൗൺ ആൻഡ് സെക്കൻഡ് ഈസ് ദി സീനർ ബ്രേക്ക് ഡൗൺ. അതിലെ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഒരു എന്താ പറയുക ഡയോഡിനെ അവിടെ കൊണ്ടുപോയി ഓപ്പറേറ്റ് ചെയ്യിക്കാൻ. സോ നോർമൽ ഡയോഡ്സിൽ അവലാൻച്ച് ബ്രേക്ക് ഡൗൺ എന്നാണ് പറയുക. അപ്പോൾ അത് നമ്മളവിടെ ചെയ്യിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ബട്ട് സീനർ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബ്രേക്ക് ഡൗൺ ആണ്. അത് അപ്ലിക്കേഷനായിട്ട് ഉപയോഗിച്ചത് സീനർ ഡയോഡ് എന്ന് പറഞ്ഞ ഡയോഡ് ഉണ്ട്. അത് അതിൻ്റെ അപ്ലിക്കേഷനിൽ റിവേഴ്സ് ബയസിൽ ബ്രേക്ക് ഡൗണിൽ മാത്രം വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡയോഡാണ്. ബാക്കി നോർമൽ ഡയോഡ്സ് എല്ലാം ഫോർവേഡ് ബയസിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്. സോ വാട്ട് ഈസ് അവലാൻച്ച് ബ്രേക്ക് ഡൗൺ, എന്താണ് ഡിഫറൻസ് നോക്കാം. സോ അവലാൻച്ച് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ഇറ്റ് ഒക്കേഴ്സ് ഇൻ ലൈറ്റ്ലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡ്. ലൈറ്റ്ലി ഡോപ്ഡ് ആയിട്ടുള്ള PN ജംഗ്ഷൻ ഡയോഡാണ് പറയുന്നത്. സോ ഡോപ്പിംഗ് കുറവാണ്. ഡോപ്പിംഗ് കുറവ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫ്രീ ഇലക്ട്രോൺസും ഹോൾസിൻ്റെയും എണ്ണം കുറവാണ്. അപ്പോൾ ലൈറ്റ്ലി ഡോപ്ഡ് ആകുമ്പോൾ അതിൻ്റെ ഡിപ്ലീഷൻ റീജിയൻ എങ്ങനെയായിരിക്കും, കുറച്ചും കൂടി സ്പ്രെഡ് ആയിട്ടായിരിക്കും കിടക്കുക, വൈഡർ ആയിട്ടായിരിക്കും കിടക്കുക. കാരണം ചാർജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ട് വേണമല്ലോ ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവാൻ. അപ്പോൾ ഇത് ഡോപ്പിംഗ് കുറവായതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്ത്, കുറച്ച് സ്പേസ് എടുത്തിട്ടായിരിക്കും എന്ത് ഉണ്ടാവുക, ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്ത്. അപ്പോൾ കുറച്ചുകൂടി വൈഡർ ആയിട്ടാണ് ഇതിൻ്റെ ഡിപ്ലീഷൻ റീജിയൻ കിടക്കുക. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ലൈറ്റ്ലി ഡോപ്ഡ് മീൻസ് വൈഡർ ഡിപ്ലീഷൻ റീജിയൻ. ലൈറ്റ്ലി ഡോപ്ഡ് വൈഡർ ഡിപ്ലീഷൻ റീജിയൻ. എന്തുകൊണ്ടാണ് ലൈറ്റ്ലി ഡോപ്ഡിങ്ങിലാണെങ്കിൽ പെട്ടെന്ന് അവിടെ ഡിപ്ലീഷൻ റീജിയൻ സെറ്റ് ആവില്ല, കുറച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കാനുള്ള ഒരു ഇത് കിട്ടും. അപ്പോൾ കുറച്ച് സ്പേസ് എടുത്തിട്ടാണ് ഡിപ്ലീഷൻ റീജിയൻ എടുക്കുക. അപ്പോൾ അങ്ങനത്തെ കേസിലാണ് അവലാൻച്ച് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് വരുന്നത്. എന്താണ് അവലാൻച്ചിലോട്ട് വരാം. So here it is not possible for the external voltage or external electric field to destroy the depletion region directly. അപ്പോൾ അതായത് നമ്മളിവിടെ റിവേഴ്സ് അപ്ലൈ ആണല്ലോ, പി ടൈപ്പിൽ നെഗറ്റീവും എൻ ടൈപ്പിൽ പോസിറ്റീവും ആയിട്ട് ആ ഒരു റിവേഴ്സ് വെച്ചിട്ട് ഡയറക്റ്റ് സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിപ്ലീഷൻ റീജിയനെ തകർക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം ഡിപ്ലീഷൻ റീജിയൻ വൈഡർ ആണ്, ഒറ്റയടിക്ക് അവിടെ ഒന്നും നടക്കില്ല. ഹൗവർ it can destroy the depletion region of immobile charge carriers region with the help of minority carriers. മൈനോറിറ്റി കാരിയറിനെ വെച്ചിട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഡിപ്ലീഷൻ റീജിയൻ ബ്രേക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് എക്സ്റ്റേണൽ വോൾട്ടേജ് വേണ്ടെന്നല്ല, ബട്ട് ഡയറക്റ്റ് അത് മാത്രം വെച്ച് പറ്റില്ല. ബട്ട് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിൻ്റെ ഒരു ഹെൽപ്പോട് കൂടിയിട്ട് എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യും എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ ദ ജനറേഷൻ ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ് ഇൻ ദ റിവേഴ്സ് ബയസ് PN ജംഗ്ഷൻ ഡയോഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ അപ്ലൈഡ് റിവേഴ്സ് വോൾട്ടേജ്. ഇപ്പോൾ റിവേഴ്സ് വോൾട്ടേജ് നോക്കിയിട്ടല്ല എത്രത്തോളം മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഉണ്ടാവും നമുക്കറിയാം. അത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് അറിയാം. ടെമ്പറേച്ചറിനനുസരിച്ചാണല്ലോ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് എനർജി കിട്ടുമ്പോൾ ചാടി പോയിട്ടാണ് മൈനോറിറ്റി ഉണ്ടാവുന്നത്. ആൻഡ് അപ്ലൈഡ് റിവേഴ്സ് വോൾട്ടേജ് ഓൺ ദ PN ജംഗ്ഷൻ ഡയോഡ് സപ്ലൈസ് എനർജി ടു ദ മൈനോറിറ്റി. ബട്ട് ഈ അപ്ലൈഡ് റിവേഴ്സ് വോൾട്ടേജ് ആർക്ക് എനർജി കൂടുതൽ കൊടുക്കും, നമ്മളുടെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന് എനർജി കിട്ടും. സോ മൈനോറിറ്റി ഉണ്ടായത് ടെമ്പറേച്ചറൊക്കെ കാരണമാണ്. ബട്ട് അയാൾക്ക് നമുക്ക് ഈ പുറമേ നിന്ന് കൊടുക്കുന്ന എനർജി അല്ലെങ്കിൽ ബാറ്ററിയുടെ സോഴ്സ് കാരണം നമുക്ക് കൂടുതൽ എനർജി അയാൾക്ക് കൊടുക്കാൻ പറ്റും. ആൻഡ് ദി ഫ്രീ ഇലക്ട്രോൺസ് വിച്ച് ഗെയിൻ എനർജി ഫ്രം ദ എക്സ്റ്റേണൽ വോൾട്ടേജ് ആർ ആക്സലറേറ്റഡ് ടു ഗ്രേറ്റർ വോൾട്ടേജ്. സോ ഒബ്വിയസ്ലി നമുക്കറിയാം എനർജി എക്സ്ട്രാ കിട്ടിക്കഴിഞ്ഞാൽ എക്സൈറ്റഡ് ആവും, എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ ഓടിച്ചാടി നടക്കാൻ തോന്നും. ഇപ്പോൾ എക്സ്ട്രാ എനർജി കിട്ടി പുറമേ നിന്നുള്ള റിവേഴ്സ് വോൾട്ടേജിൽ നിന്ന് ഇപ്പോൾ ഈ മൈനോറിറ്റി കാരിയേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങും, ആക്സലറേറ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇഫ് ദ വോൾട്ടേജ് അപ്ലൈ ടു ദ PN ജംഗ്ഷൻ ഡയോഡ് ഈസ് further increase to a higher value, free electron gain large amount of energy and travel at very high speed. Very high speed accelerate ചെയ്ത് ഓടാൻ തുടങ്ങും. And when these high speed free electron collide with the
atoms, ions or valence electrons, they transfer their kinetic energy to the valence electron. ഇത് പോയിട്ട് വേറെ ആൾക്കാരെ ഇടിക്കും എന്നുള്ളതാണ് പറയുന്നത്. And the valence electron which gain enough energy from the high speed electron will break the bonding with the parent atom and become free. അപ്പോൾ ഇത് ഒരാളെ പോയി ഇടിക്കുമ്പോൾ അയാളെ അവിടെ തട്ടി തെറിപ്പിക്കുക ചെയ്യണം. അപ്പോൾ പുതിയ ഫ്രീ ഇലക്ട്രോൺ ക്രിയേറ്റ് ആവും. ആൻഡ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ ഫ്രീ ഇലക്ട്രോൺ ലെഫ്റ്റ് ഈസ് കോൾഡ് എ ഹോൾ. ദസ് ഫ്രീ ഇലക്ട്രോൺ അറ്റ് conduction band and hole at valence band is generated in pair. അപ്പോൾ അത് പെയർ ആയിട്ട് ഈ ആക്സലറേറ്റഡ് ആയ ഹൈ സ്പീഡിൽ പോകുന്ന ഇലക്ട്രോൺ ഇടിച്ച് വീണ്ടും ഇലക്ട്രോൺ ഹോൾ പെയർ അവിടെ ഉണ്ടാവാം എന്നുള്ളതാണ് പറയുന്നത്. ഹോൾ പെയർ ഇലക്ട്രോൺ ഹോൾ പെയർ ക്രിയേഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ ദ ന്യൂലി ജനറേറ്റഡ് ഫ്രീ ഇലക്ട്രോൺ ഗെയിൻസ് എനർജി ഫ്രം ദ എക്സ്റ്റേണൽ. അപ്പോൾ വീണ്ടും ഉണ്ടായ ഇലക്ട്രോൺ വീണ്ടും എനർജി അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, എക്സ്റ്റേണൽ റിവേഴ്സ് വോൾട്ടേജിൽ നിന്ന് കിട്ടുന്നു. അത് വീണ്ടും എന്ത് ചെയ്യുന്നു, ആക്സലറേറ്റ് ആവുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് അവിടെ കണ്ടിന്യൂ ചെയ്യണം. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം, ഇവിടുന്ന് ഇതിന് വന്നൊരു ഇലക്ട്രോൺ ഇടിക്കുന്നു, അത് എന്തിനെ ചാടിക്കുന്നു, ഇന്ന് 2 ഇലക്ട്രോൺസ് ചാടി എന്ന് വിചാരിക്കുക, അടുത്ത ആൾക്കാരിൽ പോയി അവിടെ ഇടിക്കുന്നു, അവിടുന്ന് ചാടിക്കുന്നു. ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. ഇതൊരു ചെയിൻ പ്രോസസ് എന്നുള്ള രീതിക്ക് പറയാം. ഇതിനെ നമുക്ക് വേണമെങ്കിൽ എന്താ ലൈക്ക് ലാർജ് നമ്പർ ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ് ആർ ജനറേറ്റഡ് വിത്ത് ഫ്യൂ ഫ്രീ ഇലക്ട്രോൺ. അപ്പോൾ ഇതിനെ ഒരു കാരിയർ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് പറയുക. അപ്പോൾ കാരിയർ മൈനോറിറ്റി കാരിയർ അവിടെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കൂടിപ്പോയിക്കൊണ്ടിരിക്കും. എന്തായിരുന്നു കാരണം? എക്സ്റ്റേണൽ അപ്ലൈ ചെയ്ത് റിവേഴ്സ് വോൾട്ടേജ് കൂട്ടിയിട്ടാണ്. സോ കാരിയർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ദ പ്രോസസ് by which collision of single free electron with the atom or ion leads to the generation of multiple free electrons and holes. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ട് ഇലക്ട്രോൺസും ഹോൾസും ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഫിഗറിൽ കാണിക്കാനും ഉദ്ദേശിച്ചില്ല. അപ്പോൾ ഇത് വന്ന് ഇടിക്കുന്നു, അവിടുന്ന് എന്താ ഇലക്ട്രോണിനെ തെറിപ്പിക്കുന്നു, അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ദ ബ്രേക്ക് ഡൗൺ ബൈ ഹൈ സ്പീഡ് മൈനോറിറ്റി കാരിയേഴ്സ്. ഇപ്പോൾ ഇത് അവസാനം ഇത് ബ്രേക്ക് ഡൗൺ ആണ്, ആ റീജിയൻ അവിടെ ബ്രേക്ക് ഡൗൺ ആവാനാണ് പോകുന്നത്. ബ്രേക്ക് ഡൗൺ ആവും, കണ്ടക്ഷൻ നടക്കും റിവേഴ്സ് ഡയറക്ഷനിൽ. അപ്പോൾ ദിസ് ബ്രേക്ക് ഡൗൺ ബൈ ഹൈ സ്പീഡ് മൈനോറിറ്റി കാരിയേഴ്സ് ഈസ് കോൾഡ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഡൗണിനെയാണ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്ന് വിളിക്കുന്നത്. സോ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് റിവേഴ്സ് വോൾട്ടേജ് കാരണമല്ല, അതിലത്തെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് റിവേഴ്സ് വോൾട്ടേജ് കാരണം ആക്സലറേറ്റ് ചെയ്ത് പോയി ഓരോന്നിനെ കൊളൈഡ് ചെയ്ത് കാരിയർ മൾട്ടിപ്ലിക്കേഷൻ കാരണമാണ് ഫൈനലി എന്തുണ്ടാവുന്നത്, ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. നൗ കമ്മിങ് ടു സീനർ ബ്രേക്ക് ഡൗൺ. സോ സീനർ എന്ന് പറയുന്നത് മറ്റേ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഡോപ്പിംഗ്? ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. ഹെവിലി ഡോപ്ഡ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ സെറ്റിൽ ആവും എന്ത്, ബാരിയർ. ഇപ്പോൾ ബാരിയർ എന്ന് പറയുന്നത് തിന്നായിരിക്കും, ഡിപ്ലീഷൻ റീജിയൻ, നാരോ ഡിപ്ലീഷൻ റീജിയൻ ആണ്. ആൻഡ് ഇഫ് ദ റിവേഴ്സ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ദി നാരോ ഡിപ്ലീഷൻ PN ജംഗ്ഷൻ ഡയോഡ്, ഇമ്മൊബൈൽ അയൻസ് ഇൻ ദ ഡിപ്ലീഷൻ റീജിയൻ ഗെയിൻസ് എനർജി ഫ്രം ദി എക്സ്റ്റേണൽ വോൾട്ടേജ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെറിയതാണല്ലോ, അപ്പോൾ ഈ ഇമ്മൊബൈൽ അയൻസ് ഇതിൽ നിന്ന് എനർജി കിട്ടുന്നു. ആൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദി ഇമ്മൊബൈൽ അയൻസ് ഇൻക്രീസ് ആവും. ആൻഡ് ആസ് എ റിസൾട്ട് ഓവറോൾ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദി നാരോ ഡിപ്ലീഷൻ റീജിയൻ ഇൻക്രീസ്. ഇതിൻ്റെ ഓവറോൾ ഫീൽഡ് ഇൻക്രീസ് ആവും. ആൻഡ് ഇഫ് ദ വോൾട്ടേജ് അപ്ലൈഡ് ഓൺ ദ PN ജംഗ്ഷൻ ഡയോഡ് ഈസ് ഇൻക്രീസ് ടു എ ഹയർ വാല്യൂ, വെരി സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ബിൽറ്റ് ഇൻ ദിസ് നാരോ ഡിപ്ലീഷൻ റീജിയൻ. ഇപ്പോൾ വെരി ഹൈ ഫീൽഡ് അവിടെ ഉണ്ടാവും. അത് കാരണം എന്ത് സംഭവിക്കും? ദി സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദി നാരോ ഡിപ്ലീഷൻ റീജിയൻ അപ്ലൈസ് ഫോഴ്സ് ഓൺ ദ വാലൻസ് ഇലക്ട്രോൺസ് ആൻഡ് പുൾസ് ദം ഫ്രം ദി വാലൻസ് ബാൻഡ്. അപ്പോൾ ഈ ഒരു ഹൈ ഫീൽഡ് ആഡ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. തിന്നർ റീജിയൻ ആയിരുന്നു. അപ്പോൾ ഇത് വാലൻസ് ഇലക്ട്രോൺസിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. ആൻഡ് ദ ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആർ ജനറേറ്റഡ്. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺ ഹോൾ പെയർ ക്രിയേറ്റിംഗ്. ലൈക്ക് വൈസ് ലാർജ് നമ്പർ ഓഫ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആർ ജനറേറ്റഡ് ഇൻ ദി ഡിപ്ലീഷൻ റീജിയൻ. അപ്പോൾ ഡിപ്ലീഷൻ റീജിയൻ ഡിവോയ്ഡ് ഓഫ് ചാർജ് കാരിയേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ഇത് കാരണം ഈ എക്സ്ട്രാ വന്ന ഫീൽഡ് കാരണം ഇവിടെ അഡീഷണൽ ഇലക്ട്രോൺസും ഹോൾസും ക്രിയേറ്റ് ആയി. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് എ വെരി സ്മോൾ ഇൻക്രീസ് ഇൻ ദ റിവേഴ്സ് വോൾട്ടേജ് കോസസ് സഡൻ റൈസ് ഇൻ കറണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു കറണ്ട് ഇതും കൂടി കൂട്ടി കഴിഞ്ഞാൽ ഇനി പെട്ടെന്ന് എന്തായിരിക്കും, റിവേഴ്സ് കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദിസ് സഡൻ റൈസ് ഓഫ് റിവേഴ്സ് കറണ്ട് ഡിസ്ട്രോയ്സ് ദ ഡിപ്ലീഷൻ റീജിയൻ. അപ്പോൾ ഡിപ്ലീഷൻ റീജിയൻ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ദ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദ നാരോ ഡിപ്ലീഷൻ റീജിയൻ വിച്ച് കോസസ് ദ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ഓർ ഡിപ്ലീഷൻ ബ്രേക്ക് ഡൗൺ, ആൻഡ് ദിസ് ഈസ് നോൺ ആസ് സീനർ ബ്രേക്ക് ഡൗൺ. ഇപ്പോൾ ഇവിടെ നാരോ ഡിപ്ലീഷൻ റീജിയൻ ആണ് കാരണം. എന്തായിരുന്നു? ഹെവിലി ഡോപ്പിംഗ് ആണ്. വിച്ച് കോസസ് ദ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ഓർ ഡിപ്ലീഷൻ ബ്രേക്ക് ഡൗൺ ഈസ് കോൾഡ് ദി സീനർ ബ്രേക്ക് ഡൗൺ. അപ്പോൾ എക്സ്റ്റേണൽ വോൾട്ടേജ് മാത്രം കാരണമാണ് ഉണ്ടായത്. ഇവിടെ കാരിയർ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. അപ്പോൾ അതാണ് സീനർ ബ്രേക്ക് ഡൗണും അവലാഞ്ച് ബ്രേക്ക് ഡൗണും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഓക്കെ, താങ്ക് യു.